ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബീഫ് കറി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, ഒരു 2-3 പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത്രയും സാധനം നമ്മുടെ ഈ ഇറച്ചിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി ഒത്തിരി വെന്ത് പോകണം എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പാകത്തിനായിട്ട് തന്നെയാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് താളിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി, വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഒരു 2-3-4 ഇതിൽ കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. ആദ്യം ഞാൻ ഈ ഇറച്ചി വേവിച്ചപ്പോൾ തന്നെ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 2-1 വീണ്ടും ഇട്ടു. അപ്പം നമ്മുടെ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫാക്കിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ ഇത് മീറ്റ് മസാല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ മെയിനായിട്ട് വേറൊരു സാധനം ചേർക്കണമെന്ന് വെച്ചാൽ കുരുമുളക് പൊടി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് അതും അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യണം. ഇനി ഞാൻ തീ ഓണാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ ഓണാക്കി തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊടിയല്ലേ, നമ്മൾ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുവല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അത് കരിയാതെ തീ കുറച്ച് സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഈ മൂപ്പിച്ചെടുത്തതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. നമുക്കിപ്പോൾ ഈ ബീഫിൽ നമ്മളിപ്പോൾ ഈ ചേർത്ത് ഈ ഗ്രേവി നമുക്ക് ആദ്യം തന്നെ അതിനകത്തേക്ക് ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഫസ്റ്റ് ടൈം തന്നെ. പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഇതാ കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ ടേസ്റ്റായിട്ടും എനിക്കിതാണ് തോന്നിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ബീഫ് അതിനകത്തേക്ക് ഇട്ട് കണ്ടോ, നല്ല സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി നമുക്ക് ഇതിനകത്തിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് സമയം കൊടുക്കണം. അപ്പം എന്തേ അത്യാവശ്യം ഒത്തിരി ചാറല്ല, എന്നാൽ ഒത്തിരി കുറുകിയല്ല, അങ്ങനെ കറക്റ്റ് പാകത്തിന് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.